UDFിലെ ഇന്നത്തെ നേതൃത്വം എന്ന് പറയുന്നത് വി.ഡി. സതീശൻ്റെ നേതൃത്വം ഈ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി എന്തും ചെയ്യും, അതിനൊരു മടിയുമില്ല എന്നുള്ളത് നമുക്കിവിടെ അറിയാം. അപ്പോൾ നിങ്ങൾ അവരോടൊക്കെ ചോദിക്കേണ്ട ഒരു ചോദ്യം, SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് വേണ്ട എന്ന് എന്തുകൊണ്ട് ഇവർ പറയുന്നില്ല? അത് പറയാൻ എന്തുകൊണ്ട് ഇവർ ആർജവം കാണിക്കുന്നില്ല? ഈ പാലക്കാട് നഗരത്തെ, ഏറ്റവും പ്രധാനപ്പെട്ട ഈ നഗരത്തെ മതനിരപേക്ഷതയുടെ കേന്ദ്രം എന്നൊക്കെ നേരത്തെ ഈ UDF നേതാക്കന്മാർ തന്നെ പറഞ്ഞ സ്ഥലത്ത് ഒരു കൊലപാതകത്തിലൂടെ വലിയ ധ്രുവീകരണത്തിന് നേതൃത്വം കൊടുക്കാൻ ശ്രമിച്ചവരാണ് SDP-I. ആ SDP-I ആണ് ഇന്ന് ആദ്യം പ്രകടനം നടത്തുന്നത്. അവർ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ലഘുലേഖകൾ വിതരണം ചെയ്തത് അവരാണ്. വീടുകളിൽ കയറി വിതരണം ചെയ്യാണ്. നിങ്ങളിപ്പോൾ നേരത്തെ ചോദിച്ചു വർഗീയത പറഞ്ഞത് നിങ്ങളല്ലേ എന്ന്. ഞങ്ങൾ വർഗീയതയൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ സന്ദീപ് വാര്യർ വംശീയ അധിക്ഷേപം ഉൾപ്പെടെ നടത്തി ഇവിടെ വിഭജന രാഷ്ട്രീയം മുന്നോട്ട് വെക്കുമ്പോൾ ആ വിഭജന രാഷ്ട്രീയത്തെക്കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങളോട്, പ്രത്യേകിച്ച് SDP-യും ജമാഅത്തെ ഇസ്ലാമിയും വീട് കയറി വർഗീയത പറഞ്ഞ് ഞങ്ങൾക്കെതിരെ വോട്ട് സ്വരൂപിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതിനെതിരെ ഈ നാടിനെ ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ച്, രാഷ്ട്രീയ അന്തരീക്ഷത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഞങ്ങൾ പരസ്യത്തിലൂടെ നിർവഹിച്ചത്. അതിലെവിടെയും ഒരു വാചകം പോലും തെറ്റില്ല. അത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങളെ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ പച്ചക്ക് പറഞ്ഞതാണ്, ഞങ്ങൾക്കൊരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട, മതനിരപേക്ഷതയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരുടെ വോട്ട് മതി. ഡോക്ടർ സരിനും അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ രാഷ്ട്രീയ അന്തരീക്ഷവും ഒക്കെ ഇവിടെ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് പരിശ്രമിക്കുന്നത് എന്ന് ഇവിടെ ഒരു ഭാഗത്ത് സ്ക്രീൻഷോട്ടുകളും ഒപ്പം തന്നെ ചർച്ചയിലെ ചില രേഖകളും ഒക്കെ ഫേക്ക് ആണെന്ന് പിന്നീട് അവർ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വസീഫിലേക്ക് മടങ്ങിയെത്താം.